ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്പെഷ്യൽ വെജി ഓംലെറ്റ് ആയിട്ടാണ്. നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ഹാഫ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും, ഒരു ഹാഫ് ക്യാപ്സിക്കം ചോപ്പ് ചെയ്തതും, ഹാഫ് ബൗൾ കോക്കനട്ട് ഗ്രേറ്റ് ചെയ്തതും, കുറച്ച് മല്ലിയില, കറി ലീവ്സ് മസ്റ്റാണ് കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പ് ആവശ്യത്തിനും, കോക്കനട്ട് ഓയിൽ, 3 മുട്ടയും, പിന്നെ ഓണിയൻ ഒരെണ്ണം ചോപ്പ് ചെയ്തതും, ഒരു തക്കാളി ചോപ്പ് ചെയ്തതും ആൻഡ് 2 ഗ്രീൻ ചില്ലിയും ചോപ്പ് ചെയ്തത് എടുത്തു വെക്കണം. ഇനി ഒരു പാത്രം എടുത്ത് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് നല്ലവണ്ണം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം കേട്ടോ. കുറച്ച് കരിവേപ്പിലയും ഇട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മുട്ട. 3 മുട്ടയും കൂടെ ചേർത്ത് നല്ലവണ്ണം നമുക്കൊന്ന് പതപ്പിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം എടുത്ത് ഒന്ന് പിടിക്കണം. നമ്മുടെ വെജീസും നമ്മുടെ മുളകൊക്കെ ഒന്ന് അതിലൊരു എരിവൊക്കെ ഇറങ്ങി നല്ലോണം ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു തവ പാൻ ചൂടാക്കി ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ഓംലെറ്റ് ബാറ്റർ അങ്ങോട്ട് ഒഴിക്കാം. ഒരു സൈഡ് നല്ലവണ്ണം ഒന്ന് വെന്ത് കിട്ടട്ടെ. ഒരു സൈഡ് നല്ലവണ്ണം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ അപ്പുറത്തെ വശത്തോട്ട് മറിച്ചിടാം. അങ്ങനെ 2 സൈഡും കുക്കായി നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള വെജി ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗായ്സ്. ഇനി നമുക്ക് നമ്മുടെ പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇതുപോലെ തന്നെ നമ്മുടെ ബാക്കിയിരിക്കുന്ന ബാറ്ററും കൂടെ കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ 3ാമത്തെ ഓംലെറ്റും റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്കിവിടെ ലഞ്ചിനുള്ള ടൈമായി. അപ്പോൾ ഇവിടെ പപ്പടവും തൈരും പയറുകറിയും പിന്നെ മത്തിക്കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം നമ്മൾ ചോറും നമ്മുടെ മെയിൻ ഹീറോ ആയ വെജി ഓംലെറ്റും റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് വിളമ്പിയാലോ. ഞാനൊരല്പം ചോറിടാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരല്പം പയറുകറി, ഇനി അടുത്തത് മത്തിക്കറിയാണ്. ഈ മത്തിക്കറിയും കൂടെ നമുക്ക് സൈഡിലോട്ടൊന്ന് ഒഴിക്കാം. മത്തിയുടെ പീസും കൂടെ ഒന്ന് വെച്ചേക്കാം. ഇനി നമ്മുടെ താരം വെജി ഓംലെറ്റ് ഒരെണ്ണം ഞാൻ എൻ്റെ പ്ലേറ്റിലേക്ക് വെക്കുകയാണ്. ഇനി ഒരല്പം തൈരും ഒരു കഷ്ണം പപ്പടം കൂടെ ഞാൻ വെച്ച് ഞാനൊന്ന് എൻജോയ് ചെയ്യട്ടെ എൻ്റെ ലഞ്ച്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ സ്പെഷ്യൽ വെജി ഓംലെറ്റ് ട്രൈ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഗൈസ്. ആൻഡ് ഫീഡ്ബാക്സും ഉറപ്പായിട്ടും അറിയിക്കണം എന്നെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. Please like, share and subscribe my channel. See you all next time with a new recipe. Bye guys.